സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 18ാം വോളിയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ വോളിയത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് രണ്ടാം ഇസ്രായേൽ അറബ് യുദ്ധത്തെക്കുറിച്ചാണ്. സ്ട്രൈറ്റ് ഓഫ് ടിറാൻ ക്ലോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സൂയസ് കനാലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട്. ആ ഡിസ്പ്യൂട്ടിൽ ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഈജിപ്തിനെ നേരിട്ടതും ഈജിപ്തിനെ പരാജയപ്പെടുത്തി പിന്നോട്ടോടിച്ചതും പിന്നീട് അമേരിക്കൻ ഇടപെടൽ പ്രകാരം സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയും 1948 ബ്ലൂ ലൈനിലേക്ക് ഇസ്രായേൽ തിരിച്ചു പോരുകയും ചെയ്ത കഥയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അന്ന് ഇസ്രായേൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇനി എന്തെങ്കിലും സ്ട്രൈറ്റ് ഓഫ് ടിറാൻ അടയ്ക്കുകയാണെങ്കിൽ അത് യുദ്ധപ്രഖ്യാപനമായി കരുതുകയും ഈജിപ്തിനെ ആക്രമിക്കുകയും ചെയ്യും എന്ന് ഇസ്രായേൽ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂന്നാം ഇസ്രായേൽ അറബ് യുദ്ധത്തെക്കുറിച്ചാണ്. 1967 ഈ യുദ്ധം നടന്നത്. ഒരുപക്ഷെ 20ാം നൂറ്റാണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട യുദ്ധമാണ് ഈ അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. വേറെ ലോകം ശ്രദ്ധിച്ച വേറൊരു യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. ഇന്ത്യയുടെ എക്സിസ്റ്റൻസ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ലോകത്തിൻ്റെ മുൻപിൽ എങ്ങനെ തെളിയിച്ചുവോ അതുപോലെ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസ് ലോകത്തിൻ്റെ മുൻപിൽ ഇസ്രായേൽ തെളിയിച്ച യുദ്ധമാണ് 1967 യുദ്ധം. അറബ് രാജ്യങ്ങൾ ഇത്തവണയും അറബ് രാജ്യങ്ങൾ തന്നെയാണ് യുദ്ധം തുടങ്ങി വെച്ചത്. എല്ലാ യുദ്ധങ്ങളും തുടങ്ങി വയ്ക്കുന്ന അറബ് രാജ്യങ്ങളാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സൂയസ് ക്രൈസിസിനെ തുടർന്നുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റ പരാജയം അത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു കല്ലുകടിയായി നിന്നു. ബ്ലൂ ലൈനിലേക്ക് ഇസ്രായേൽ തിരിച്ചു പോന്നു എന്നുള്ളത് നേരെ അത് UN-ൻ്റെയും US-ൻ്റെയും ഒക്കെ നിർബന്ധപ്രകാരം ചെയ്തതാണ്. ഈജിപ്തിനെ അവർ തോൽപ്പിച്ചങ്ങ് എത്തിച്ചതാണ്. അപ്പോൾ ആ ഒരു വിരോധം ഈജിപ്തിൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈജിപ്ത് നാസറാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈജിപ്ത് അറബ് മേഖലയിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ്. ആ ഒരു ഈഗോ അവർക്കുണ്ട്. അപ്പോൾ അവരെ പരാജയപ്പെടുത്തിയപ്പോഴും അവർ ആ പരാജയത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. എന്തോ ഒരു അബദ്ധം കൊണ്ട് ഞങ്ങൾ തോറ്റുപോയി, അല്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും വന്നതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ആ ഇസ്രായേലിൻ്റെ ഒരു മൈറ്റ് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല. ഇസ്രായേലിനെ ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യം എന്ന നിലയ്ക്ക് തന്നെയാണ് അറബ് രാജ്യങ്ങൾ അന്ന് പരിഗണിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ ഒരു UN പീസ് കീപ്പിംഗ് ഫോഴ്സ് വന്നിരുന്നു. അത് UN-ൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഈ ബ്ലൂ ലൈനിലേക്ക് ഇസ്രായേൽ പിന്മാറുന്ന സമയത്ത് ഇസ്രായേൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ബ്രിട്ടനും ഫ്രാൻസും അതിനെ പിന്താങ്ങുകയും ചെയ്തിരുന്നു. UN-ൻ്റെ ഒരു ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ പേര് UNEF, യുണൈറ്റഡ് നേഷൻസ് എമർജൻസി ഫോഴ്സ് എന്നാണ് ആ ഫോഴ്സിന് പേരിട്ടിരുന്നത്. അങ്ങനെ UN-ൻ്റെ ഒരു ഫോഴ്സ് ഈ സിനായ് മരുഭൂമിക്കും ഈജിപ്തിനും ഇടയിൽ നിലകൊള്ളുകയും ഈ സ്ട്രൈറ്റ് ഓഫ് ടിറാനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ ഇനി ഈജിപ്ത് അവിടെ ഇൻ്റർവീൻ ചെയ്യാതെ ഇസ്രായേലിന് ഫ്രീ ആയിട്ടുള്ള മാരിടൈം മൂവ്മെൻറ്റ് അലൗ ചെയ്യാൻ വേണ്ടി ഈ സ്ട്രൈറ്റ് ഓഫ് ടിറാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗൾഫ് ഓഫ് അക്കാബയിലേക്ക് കടന്ന് പിന്നെ ഈജിപ്തിൻ്റെ എലിയറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്. അത് സൗത്ത് എക്സ്ട്രീമിൽ ഇസ്രായേലിൻ്റെ സൗത്ത് എക്സ്ട്രീമിലുള്ളൊരു പോർട്ടാണ്. ആ പോർട്ടിലേക്ക് എത്തുന്നത് റെഡ് സീയിൽ നിന്ന് ഗൾഫ് ഓഫ് അക്കാബയിലേക്ക് കടന്നിട്ടാണ് ഗൾഫ് ഓഫ് അക്കാബയിലൂടെ കുറേ ദൂരം ഏകദേശം 1000 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ പോർട്ടിലെത്തുക, ഈ ഇസ്രായേലിൻ്റെ സൗത്തേൺ എക്സ്ട്രീമിലുള്ള പോർട്ടിലെത്തുക. അപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് അക്കാബയിലേക്ക് കടക്കുന്ന ഈ അഖാബ ഉൾക്കടലിലേക്ക് കടക്കുന്ന ആ വഴിയുടെ പേരാണ് സ്ട്രൈറ്റ് ഓഫ് ടിറാൻ. അപ്പോൾ ആ സ്ട്രൈറ്റ് ഓഫ് ടിറാൻ ക്ലോസ് ചെയ്തതായിരുന്നു അന്ന് സൂയസ് ക്രൈസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അതായിരുന്നു. അപ്പോൾ പിന്നീട് അത് എന്തെങ്കിലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് പരിഗണിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. 1967 മെയ് 23 ഈജിപ്ത് സ്ട്രൈറ്റ് ഓഫ് ടിറാൻ വീണ്ടും അടച്ചു. ഈജിപ്ത് പറഞ്ഞു സ്ട്രൈറ്റ് ഓഫ് ടിറാൻ അടയ്ക്കുകയാണ്, ഇനി ഇസ്രായേൽക്കാർ ഈ വഴിക്ക് പോകണ്ട. അപ്പോൾ ഇസ്രായേൽ അതിനോട് പ്രതികരിച്ചില്ല. പക്ഷേ അവർ ഭയങ്കരമായിട്ടുള്ള വാർ പ്രിപ്പയർഡ്നെസ് അവരുടെ ഉള്ളിൽ നടത്തി. അപ്പോൾ ഇവർ വാർ പ്രിപ്പയർഡ്നെസ് നടത്തുന്നത് ഈജിപ്തിന് മനസ്സിലായിരുന്നു. ടെൻഷൻ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സിറിയയിൽ നിന്നാണ് ആക്രമണം ഉണ്ടായിരുന്നത്. സിറിയയും ഈജിപ്തുമായിട്ടും ജോർദാനും ഈജിപ്തുമായിട്ടും മിലിറ്ററി കരാറുകൾ ഒപ്പിട്ടിരുന്നു. അതൊക്കെ അടുത്ത കാലത്താണ് ഒരു മിലിറ്ററി സഖ്യം ഫോം ചെയ്തു, ഒപ്പിട്ടുള്ള മിലിറ്ററി സഖ്യം ഫോം ചെയ്തു. ഇതൊക്കെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇവരെ എന്തെങ്കിലും തകർക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഇസ്രായേൽ അതിഭീകരമായ മിലിറ്ററി പ്രിപ്പയർഡ്നെസ്സുകൾ നടത്തിയിരുന്നു. അത് പിന്നെ ഈജിപ്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെയോ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ അവർ ഒരു സ്ലോ മൂവ്മെൻറ്റിലൂടെ ഇതിനെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി അങ്ങോട്ട് കീഴ്പ്പെടുത്തി കളയാം എന്ന ഒരു ധാരണയിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ മെയ് 23 1967 മെയ് 23 ഈജിപ്ത് പറഞ്ഞു സ്ട്രൈറ്റ് ഓഫ് ടിറാൻ അടച്ചു, ഇനി ഇസ്രായേൽക്കാർ ഈ വഴിക്ക് പോകണ്ട, ഞങ്ങളത് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു UNEF പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസ് എമർജൻസി ഫോഴ്സിനോട് നിങ്ങളോട് പോയിക്കോളൂ,
ഞങ്ങൾ പിന്നെ ഇനി ഇസ്രായേൽക്കാരെ ഈ വഴിക്ക് വിടുന്ന പ്രശ്നമില്ല, നിങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവർ ഫോഴ്സ് ചെയ്ത് പറഞ്ഞു വിട്ടു. വാസ്തവത്തിൽ UN അതിനെ ഒപ്പോസ് ചെയ്തതാണ്. പക്ഷേ ഈജിപ്ത് പറഞ്ഞു പാക്ക് ചെയ്ത് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഉള്ള യുണൈറ്റഡ് നേഷൻസ് ഫോഴ്സിനോട് ആ രാജ്യം ഫോഴ്സ്ഫുള്ളായിട്ട് പോകാൻ പറഞ്ഞാൽ അവരോടൊന്ന് പിൻവാങ്ങും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അവർ പിൻവാങ്ങി തുടങ്ങി, ഓരോരോ ലോട്ടായിട്ട് അവർ പിൻവാങ്ങുകയാണ്. അപ്പം ഈജിപ്തും പിന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പയർനെസ് ചെയ്യുന്നു, ജോർദാൻ ചെയ്യുന്നു, സിറിയ ചെയ്യുന്നു. ഈ ഇസ്രായേലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവരറിയുന്നില്ല. അങ്ങനെ ജൂൺ 5-ാം തീയതിയാണ് ഈ UNEF-ന്റെ അവസാനത്തെ കണ്ടിൻജൻ്റ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ അവസാനത്തെ ടീം, UNEF-ന്റെ അവസാനത്തെ ടീം അവിടുന്ന് പിൻവാങ്ങുന്ന ദിവസം ജൂൺ 5-ാം തീയതി രാവിലെ 7 മണിക്ക് ഇസ്രായേൽ എയർഫോഴ്സിന് ആകെ 200 വിമാനമുള്ളത്. അതിൽ 180 വിമാനങ്ങൾ മെഡിറ്ററേനിയൻ സീയിലൂടെയും റെഡ് സീയിലൂടെയും ഈജിപ്തിലേക്ക് പറക്കുന്നു. അപ്പോൾ ഈജിപ്ത് യുദ്ധപ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. ഈ മെയ് 23-ന് ഇവർ സ്ട്രൈറ്റ് ഓഫ് ഇറാൻ ക്ലോസ് ചെയ്തു. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ അങ്ങനെ ചെയ്യുന്നത് യുദ്ധപ്രഖ്യാപനമാണ്. പക്ഷേ ഇവരത് അടച്ചു തരാൻ പ്രഖ്യാപനമൊന്നും ഇസ്രായേൽ നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈജിപ്ത് ഒരു യുദ്ധം ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ ഒക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ജൂൺ 5-ാം തീയതി 1967 ജൂൺ 5-ന് 7 മണിക്ക് രാവിലെ 7 മണിക്ക് ഇസ്രായേലിന് ആകെ 200 ഫൈറ്റർ ജെറ്റുകളേ ഉള്ളൂ. അതിൽ 180 എണ്ണം ഈജിപ്തിന് നേരെ പറക്കും. ഈജിപ്തിന് നേരെ പറക്കുക എന്ന് പറഞ്ഞാൽ ഈജിപ്ത് ഈ യുദ്ധത്തിനുള്ള പ്രിപ്പയർനെസ് മുഴുവൻ നടത്തിയിട്ടുള്ള സീനായ് മരുഭൂമിയിലൂടെയാണ്. അപ്പോൾ ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലേക്ക് വരുന്ന വഴി സീനായ് മരുഭൂമി ക്രോസ് ചെയ്തിട്ടാണ്. അപ്പോൾ സീനായ് മരുഭൂമിയിലൂടെ വിമാനങ്ങൾ വരുമെന്നും സീനായ് മരുഭൂമി ക്രോസ് ചെയ്ത് ഗ്രൗണ്ട് ഫോഴ്സ് വരുമെന്നുമുള്ള പ്രതീക്ഷയിൽ, റോഡുകളിലൂടെ ഗ്രൗണ്ട് ഫോഴ്സ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ റോഡും സീനായ് മരുഭൂമിയിലൂടെ പറഞ്ഞ വിമാനങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ റഡാർ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു. പക്ഷേ ഇവർ വന്നത് അതിലൊന്നുമല്ല. ഇവർ പിന്നെ ഇസ്രായേൽ ചെയ്തത് ഇസ്രായേലിൽ നിന്ന് നേരെ മെഡിറ്ററേനിയൻ സീയിലേക്ക് കടന്നിട്ട് മെഡിറ്ററേനിയൻ സീയിലൂടെ വിമാനങ്ങൾ വളരെയേറെ താഴ്ന്നു പറന്നു. റഡാറിൻ്റെ കണ്ണിൽപ്പെടാത്ത തരത്തിലും ഈജിപ്തിലേക്ക് അന്നുള്ള മിസൈലുകൾ ആക്രമിക്കാവുന്ന ഉയരത്തേക്കാൾ താഴെയും, മിസൈലുകൾ ആക്രമിക്കാൻ ഒരു ഡെഫിനറ്റ് ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിനെ കഴിഞ്ഞും താഴ്ന്നാണ് വിമാനം പറക്കുന്നത്. അപ്പോൾ മിസൈൽ വിട്ടാലും വിമാനത്തിന് മുകളിൽ കിടങ്ങാൻ പോകത്തുള്ളൂ, വിമാനത്തെ കൊള്ളത്തില്ല. അപ്പോൾ അത്രത്തോളം താഴ്ത്തി വിമാനങ്ങൾ കടലിൻ്റെ മുകളിലൂടെ പറത്തി ഈജിപ്തിലേക്ക് നീങ്ങി. ഈജിപ്തിൻ്റെ ഒരു റഡാർ പോലും ഈ വിമാനങ്ങളെ ഇൻ്റർസെപ്റ്റ് ചെയ്തില്ല. ആകെ ഈ വിമാനങ്ങൾ റെഡ് സീയിലൂടെ പറന്നു വന്ന വിമാനങ്ങളെ ജോർദാൻ്റെ ഒരു റഡാർ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റഡാർ ആ മെസ്സേജ് ഈജിപ്തിന് കൊടുത്തെങ്കിലും ആ മെസ്സേജ് റിസീവ് ചെയ്യാൻ ഈജിപ്തിന് സാധിച്ചില്ല. അവർക്ക് കിട്ടിയ മെസ്സേജ് തെറ്റായ രീതിയിലാണ് കിട്ടിയത്. അവരത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അതുകൂടാതെ അന്ന് വലിയൊരു അബദ്ധം കൂടി ഈജിപ്തിന് സംഭവിച്ചു. ഈജിപ്തിൻ്റെ മിലിറ്ററി ചീഫ്സ് 2 പേരും, പ്രധാനപ്പെട്ട 2 മിലിറ്ററി ചീഫ്സും അന്ന് സിനായ് മരുഭൂമിയിലെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ്സുകൾ ചെക്ക് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള മിലിറ്ററി പ്രിപ്പയർഡ്നെസ് അവർ നടത്തുകയാണ്. ആ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ മിലിറ്ററിയുടെ ഗ്രൗണ്ട് ഫോഴ്സിൻ്റെയും എയർഫോഴ്സിൻ്റെയും ചീഫുമാർ സിനായ് മരുഭൂമിയിൽ പോയിട്ട് ഇതിൻ്റെ പ്രിപ്പയർഡ്നെസ്സൊക്കെ റെഡിയാക്കിയിട്ട് പഠിച്ചിട്ട് തിരിച്ച് ഈജിപ്തിലേക്ക് പറന്നു വരാൻ വെച്ച ദിവസമാണ് ജൂൺ 5 രാവിലെ. പക്ഷേ അന്ന് ഈജിപ്ത് പട്ടാളത്തിനകത്ത് ഒരു റിബൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റിബൽ ഫോഴ്സിനെ ഔദ്യോഗിക പട്ടാളത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പട്ടാള നേതാക്കന്മാരെ ഇവർ വെടിവെച്ചിട്ടേക്കുമോ എന്നുള്ള ഭീതി കൊണ്ട് അവരുടെ ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളെയൊക്കെ ഡൗൺ ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഔദ്യോഗിക മിലിറ്ററി. ആ സമയത്താണ് നമ്മുടെ ഇസ്രായേൽക്കാരുടെ ഈ 180 ഫ്ലൈറ്റുകൾ ഇവരുടെ വിമാനത്താവളങ്ങളിലേക്ക് പറന്നിരുന്നത്. അങ്ങനെ അന്ന് ഈജിപ്തിന് 400 ഫൈറ്റർ ജെറ്റുകളുണ്ട്. കൂടാതെ പിന്നെ ട്രാൻസ്പോർട്ടിംഗ് കാരിയേഴ്സ് ഉണ്ട്. ഈ വിമാനങ്ങൾക്ക് വേണ്ടിയും ബോംബൊക്കെ ക്യാരി ചെയ്ത് പോകാനുള്ള വേറെ ട്രാൻസ്പോർട്ടിംഗ് കാരിയേഴ്സ് ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ഈ എയർപോർട്ടുകൾ മുഴുവൻ അവരുടെ എല്ലാ മിലിറ്ററി എയർപോർട്ടുകളും ഇസ്രായേൽ പ്രീഎംപ്റ്റീവായിട്ട് ബോംബ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവർ ആദ്യം ചെയ്തത് പിന്നെ റഡാർ സിസ്റ്റങ്ങൾ മുഴുവൻ, എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള റഡാർ സിസ്റ്റങ്ങളും ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും റൺവേകളും തകർത്ത് കളയാണ് ചെയ്തത് ആദ്യത്തെ ഫ്ലൈറ്റിൽ. അപ്പോൾ ഇവർ ഇസ്രായേൽ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്ത 4 സോർട്ടീസ് ഒരു ദിവസം. 4 സോർട്ടീസ് എന്ന് പറഞ്ഞാൽ 4 തവണ പറക്കുക. സാധാരണ എയർഫോഴ്സ് ഫ്ലൈറ്റുകൾ ഒരു തവണ ഓപ്പറേറ്റ് ചെയ്യണം, ഒറ്റ തവണ. കാരണം വീണ്ടും ഈ ഫ്ലൈറ്റുകൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ലോഡ് ചെയ്യണം. ഇതിനകത്ത് മിസൈലുകളോ ബോംബുകളോ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഘടിപ്പിക്കണം. ഇതൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, ഇതിന് സമയമെടുക്കും. അപ്പോൾ ഇത് പിന്നെ തിരിച്ച് ഈ ഈജിപ്തിനെ ആക്രമിച്ചിട്ട് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്ത് ഉടനെ തന്നെ ഇതിനകത്ത് അടുത്ത മിസൈലുകളും ബോംബുകളും എല്ലാം ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കി വെച്ച് അങ്ങനെ ഒരു ദിവസം 4 തവണ ആക്രമിക്കാനുള്ള പ്രിപ്പറേഷൻസിലൂടെയാണ് ഇസ്രായേൽ ആ ദിവസങ്ങളിലൊക്കെ അവർ ട്രെയിൻ ചെയ്തെടുത്തത്. നേരെ മറിച്ച് ഈജിപ്തിൻ്റെ ഫ്ലൈറ്റുകൾക്ക് അവർക്കുണ്ടായിരുന്ന ട്രെയിനിങ് ദിവസത്തിൽ 1 സോർട്ടി, മാക്സിമം 2 എണ്ണം, അതിനപ്പുറത്തേക്ക് അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഒരു സോർട്ടി പോലും ചെയ്യേണ്ടി വന്നില്ല, അത് വേറെ കാര്യം.
അപ്പോൾ ഈ 4 സോർട്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലൂടെ ഈ ട്രെയിൻ ചെയ്തെടുത്ത പൈലറ്റുമാർ, മാത്രമല്ല എല്ലാം സെക്കൻഡ് വേൾഡ് വാർ വെറ്റാറൻസാണ്. ഇവരുടെ ഫൈറ്റർ പൈലറ്റുമാർ മുഴുവൻ സെക്കൻഡ് വേൾഡ് വാർ വെറ്റാറൻസാണ്. അവർ ഈ 180 ഫ്ലൈറ്റ് കൊണ്ടുപോയി ആദ്യം ഇവരുടെ വിമാനത്താവളങ്ങളുടെ മുഴുവൻ റൺവേകൾ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. അവിടുത്തെ റഡാർ സിസ്റ്റങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞു. ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ മുഴുവൻ തകർത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത സോർട്ടീസിൽ ഇവർ പോയിട്ട് ബോംബ് ചെയ്ത് വിമാനങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞു. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ബോംബ് ചെയ്യാതെ വിമാനങ്ങളെ ഒളിപ്പിക്കുവാനുള്ള ഷെൽട്ടറുകളൊന്നും അന്ന് ഈജിപ്തിനുണ്ടായിരുന്നില്ല. ഈജിപ്തിൻ്റെ 400 ഫൈറ്റർ ജെറ്റുകളും കൂടാതെ 200ഓളം മറ്റ് എയർക്രാഫ്റ്റുകളും അന്ന് ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണാക്കി. അങ്ങനെ ഈജിപ്തിൻ്റെ കയ്യിൽ എയർഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ദിവസം കൊണ്ട് ഒരു വട്ടപൂജ്യയാക്കി. അപ്പോൾ അത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഏകദേശം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ജോർദാനും പിന്നെ ഈ സിറിയയും ഈ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ജോർദാനും സിറിയയും ആദ്യം, ഇതിനകത്തൊക്കെ വലിയ തമാശകളുണ്ട്. കാരണം ആദ്യത്തെ അറ്റാക്ക് കഴിഞ്ഞ് ഇസ്രായേലിൻ്റെ പ്ലെയിനുകൾ തിരിച്ച് ഇസ്രായേലിലേക്ക് പറക്കുന്നത് കണ്ടുകൊണ്ട് ഈജിപ്തിൻ്റെ ഒരു ജനറൽ വിചാരിച്ചത് ഈജിപ്തിൻ്റെ വിമാനങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ അദ്ദേഹം സിറിയയ്ക്കും ജോർദാനും മെസ്സേജ് കൊടുത്തു, യുദ്ധം തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ വിമാനങ്ങൾ ഇപ്പം ഇസ്രായേലിനെ അടിച്ച് തകർക്കും. അപ്പോൾ ഇവർ വിചാരിച്ചത് വലിയ താമസിയാതെ ഇസ്രായേൽ തീരുമെന്ന് വിചാരിച്ച് ജോർദാനൊക്കെ പതുക്കെ അവരുടെ അതിർത്തിയിൽ പ്രിപ്പറേഷൻസ് തുടങ്ങി. രാവിലെ ഓരോ വെടിയൊക്കെ പൊട്ടിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ 7 മണിക്ക് അറ്റാക്ക് കഴിഞ്ഞു. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് അവർ പതുക്കെ ഇസ്രായേലിനെ വെടിവെച്ച് തുടങ്ങി. ഇസ്രായേൽ തിരിച്ചും വെടിവെച്ച് തുടങ്ങി. പക്ഷേ ഏകദേശം 12:30 ആയപ്പം ഇസ്രായേൽ ഫ്ലൈറ്റുകൾ ജോർദാനിൽ കിടക്കുകയും ജോർദാനിലും ഇതേപോലെ അവിടെയുള്ള പിന്നെ എയർപോർട്ടുകൾ തകർത്ത് അവർക്കാകെ ഉണ്ടായിരുന്ന 70ഓളം എയർക്രാഫ്റ്റുകൾ, അതിൽ 52 ഫൈറ്റർ ജെറ്റുകളാണ്, ബാക്കിയുള്ളത് ഈ ട്രാൻസ്പോർട്ടിംഗ് ജെറ്റുകളാണ്, അത് മുഴുവൻ ട്രാൻസ്പോർട്ടിംഗ് ഫ്ലൈറ്റുകളാണ്, അത് മുഴുവൻ തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു. വൈകുന്നേരത്തോടെ സിറിയയിൽ കിടന്ന് സിറിയയ്ക്കുണ്ടായിരുന്ന ഏകദേശം 90ഓളം വിമാനങ്ങൾ, അതിൽ ഏകദേശം 70 ഫൈറ്റർ ജെറ്റുകളാണ്. ഫൈറ്റർ ജെറ്റുകളും ഇതുപോലെ ട്രാൻസ്പോർട്ടിംഗ് ഫ്ലൈറ്റുകളും കഴിഞ്ഞു. അപ്പോൾ ഈ ജോർദാൻ്റെയും സിറിയയുടെയും ഈജിപ്തിൻ്റെയും എയർഫോഴ്സ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് വട്ടപൂജയാക്കി തീർത്തു. അവരുടെ ഒരു വിമാനത്തിന് ഒരു ആകാശത്തേക്ക് പോകാൻ പറ്റില്ല. ഇതിനെ സംബന്ധിച്ച് അന്ന് സർവീലൻസിന് വേണ്ടി 4 വിമാനങ്ങൾ ആകാശത്തുണ്ടായിരുന്നു. ആ 4 വിമാനങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിനെ ഈജിപ്തിൽ ലാൻഡ് ചെയ്യുവാൻ റൺവേകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഇറാഖിൽ പോയിട്ടാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. കാരണം അത് അൺഎക്യുപ്ഡ് ആയിരുന്നു, അതിനകത്ത് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ഈ ജോർദാൻ്റെ കൂടെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമായി സൗദി അറേബ്യയുടെയും ഇറാഖിൻ്റെയും സൈനികർ കൂടി ജോർദാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള പൈലറ്റുമാരെ ജോർദാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇവരുടെ വാർ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമായി ഇവർ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. പക്ഷേ ഇവർ തയ്യാറാക്കാൻ വേണ്ടി ഇതെടുത്ത് വെക്കാൻ തീരുമാനിച്ച സമയത്ത് ഇവർ സാധനമൊക്കെ അടുപ്പേരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവർ വിളമ്പാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കഞ്ഞിക്കകത്തുകൊണ്ടേ മറ്റൊരു മണ്ണ് വരെ ഇട്ടു. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഈ ടാങ്കുകളും മറ്റ് ഹെവി ഹോയ്സർ ഗണ്ണുമൊക്കെ ആയിട്ട് ഇവരെ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാ ടാങ്ക് വ്യൂഹങ്ങളെയും ഇസ്രായേൽ ജെറ്റുകൾ ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞു. അങ്ങനെ ഇവർക്ക് യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള ആൾനാശം ഉണ്ടായി. ഈജിപ്തിന് ഏകദേശം 11,000 ഭടന്മാരെ നഷ്ടപ്പെട്ടു. 11,000 ഭടന്മാരെയാണ് ഈജിപ്ത് നഷ്ടപ്പെട്ടത്. ജോർദാന് 6,000 ഭടന്മാരെ നഷ്ടപ്പെട്ടു. സിറിയയ്ക്ക് 1000ഓളം ഭടന്മാരെ നഷ്ടപ്പെട്ടു. ഇസ്രായേലിന് ആകെ നഷ്ടപ്പെട്ട ഭടന്മാരുടെ എണ്ണം 700 എല്ലാ യുദ്ധ മുന്നണികളിലും വെച്ച്. ഇനി യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ജോർദാനിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഗാസയും സിനായ് മരുഭൂമി അവർ പിടിച്ചെടുത്തു. ഗാസ പിടിച്ചെടുത്തു, സിനായ് മരുഭൂമി പിടിച്ചെടുത്തു. ജോർദാൻ്റെ കയ്യിൽ നിന്ന് അവർ ഈസ്റ്റ് ജെറുസലേം പിടിച്ചെടുത്തു, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു. സിറിയയുടെ ഭാഗത്ത് നിന്ന് ഗോലാൻ കുന്നുകളും പിടിച്ചെടുത്തു. അപ്പോൾ അവരുടെ ബ്ലൂ ലൈനിന് പുറത്തേക്ക് സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകൾ, ഈജിപ്തിൽ നിന്ന് ഈസ്റ്റ് ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, പിന്നെ ഈജിപ്തിൽ നിന്ന് ഗാസ ആൻഡ് സിനായ് മരുഭൂമി, ഇത്രയും ഭൂവിഭാഗം അവരോട് കൂട്ടിച്ചേർക്കുകയും വെറും 5 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയും 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈജിപ്ത് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN പോയിട്ട് നിലവിളിച്ചു. UN ഇടപെട്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തി. ഈജിപ്തും ജോർദാനും സിറിയയും ഇസ്രായേലും കൂടി വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടു. സമ്പൂർണ്ണ പരാജയം അറബ് രാജ്യങ്ങൾക്ക്. അത് ലോകത്തെ ഞെട്ടിച്ച ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിലെ തന്ത്രങ്ങൾ എല്ലാ മിലിറ്ററി കോളേജുകളിലും വളരെ വിശദമായി പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതിൽ ഇസ്രായേൽ ഉപയോഗിച്ച ഏറ്റവും ബുദ്ധിപൂർവമായ നീക്കങ്ങൾ കൊണ്ട് വാസ്തവത്തിൽ ഈ മിലിറ്ററികളുടെ ശക്തി നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ മിലിറ്ററിയുടെ 10 ഇരട്ടി ശക്തി ഈ മറുഭാഗത്തുണ്ടായിരുന്ന മിലിറ്ററിക്കുണ്ടായിരുന്നു. ഈജിപ്തിനും ജോർദാൻ്റെ കൂടെ ഇറാഖും സൗദി അറേബ്യയും സിറിയയും ഇവരെല്ലാം കൂടെ ചേർന്ന് ശരിക്കും നോക്കിയാൽ
ഇസ്രായേലിൻ്റെ 10 ഇരട്ടി ഫോഴ്സ്, ആളുകളുടെ എണ്ണം കൊണ്ട്, പട്ടാളക്കാരുടെ എണ്ണം കൊണ്ടും, എയർഫോഴ്സിൻ്റെ കഴിവ് കൊണ്ടും, പിന്നെ ടാങ്കുകളുടെ എണ്ണം കൊണ്ടും, മറ്റു വലിയ തരത്തിലുള്ള തോക്കുകളുടെ എണ്ണം കൊണ്ടും എല്ലാം വെച്ച് നോക്കിയാൽ ഇസ്രായേലിൻ്റെ 10 ഇരട്ടി വരുന്നൊരു ഫോഴ്സുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത്. 5 ദിവസം കൊണ്ട് മുട്ടുകുത്തിച്ച് നിലംപരിശാക്കി. അപ്പം ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്ന്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഈ യുദ്ധത്തിന് ശേഷമാണ്. ഇത് കഴിഞ്ഞ് ഇസ്രായേൽ എന്ത് സംഭവിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യാത്ത ദിനപത്രങ്ങൾ ഒരു ദിവസവും പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നും അത് തന്നെയാണ് സ്ഥിതി. ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമായി മാറി ഈ ഒരു യുദ്ധത്തിന് ശേഷം.